പോയി നോക്കി കോഫി കിട്ടോ? കോഫി കിട്ടും. ഇനി എണ്ണി തുടങ്ങി. ഫസ്റ്റ് റാങ്ക് ആണെന്ന് തോന്നുന്നു. പണി തീരും. ടോപ്പ് 5 എന്നാണ്. തിരിച്ചു പോവുകയാണ്. അതെ പോയി. രണ്ടാലും ഒരേ വഴിയുണ്ട്. ഇത്ര ദിവസം ഇരുന്നല്ലേ? 4 ദിവസം. അച്ചൂസ് പേപ്പർ ആൻഡ് സ്റ്റേഷൻ അല്ലേ? മൂന്നാ നിങ്ങൾ ധാരാളം കാണാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആണ്. സൺഡേ അല്ലേ? നമ്മൾ രാവിലെ മുതൽ ഫാമിലി എല്ലാവരും ഫുൾ ടെമ്പിൾ റണ്ണാണ്. എത്ര ടെമ്പിളിൽ പോയി? 4 ടെമ്പിളിലൊക്കെ പോയി. ഇപ്പൊ ലാസ്റ്റ് കരിക്കാൻ ടെമ്പിളിലും പോയി ഇറങ്ങി. ഇനി അതെ, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ബാക്കി ടെമ്പിളിൽ പോയ വീഡിയോസ് ആഡ് ചെയ്യാം. ഇപ്പം ടൈം ഓൾമോസ്റ്റ് ഒരു 4:30 ആയി. നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി. നമ്മൾ ഫോണും പേഴ്സൊക്കെ കാറിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അത് ചെന്ന് എടുത്തിട്ട് നമുക്ക് തിരിച്ച് ഫാമിലിയുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി തിരിച്ചു പോവുകയാണ്. ഒരിക്കൽ തൊഴുതു, പക്ഷെ ഫോണൊക്കെ കാറിൽ വെച്ചിരിക്കുകയായിരുന്നു. അവിടെ ഡാർക്കാ. അമ്മ അച്ഛ എല്ലാവരും ഉണ്ട്. അങ്ങോട്ടോ അമ്മ. അങ്ങനെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ഇറങ്ങിയാണ്. അമ്മ എല്ലാവരും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ടെമ്പിളിൽ വെച്ച് കാണാം. ഇന്ന് ഫുൾ ടെമ്പിൾ റണ്ണായിരുന്നു. ഷർട്ട് ഇടണോ അതോ ഇനി അടുത്ത ടെമ്പിളിൽ പോകാൻ പറ്റാ മതിയോ? എന്താ രണ്ടാമത്തെ ടെമ്പിളൊക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ഇങ്ങനെ ഇറങ്ങി നല്ല റിഫ്ലക്ഷൻ പെട്ടെന്ന് പോവട്ടെ. സെക്കൻഡ്സിൽ നമ്മളെ കാണാൻ വേണ്ടി നിന്നു. പോയി നോക്കി മോസ്റ്റായിട്ട് പോയി. അതെ അതെ. ഈ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി അവരെന്താ വരണം. സ്നേഹം ഫ്ലവേഴ്സ് കാണിച്ച് കൈ നല്ല മണോ കേട്ടോ. സെയിം കളർ ഓറഞ്ച്. കാർ എടുക്കാൻ ഇനി നമുക്ക് അടുത്ത് അറിയത്തില്ല. അടുത്ത ടെമ്പിളിലേക്ക് പോവാം. നമ്മൾ അടുത്ത ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ഒറ്റകാലിൽ നിന്ന് ഇറങ്ങി ഇഷ്ടപ്പെട്ടോ? എവിടാ പോണ്? ഇപ്പം നമ്മൾ കരിക്കാം അമ്പലത്തിലാണ് പോകുന്നത്. ലാസ്റ്റ് പോകുന്ന അമ്പലമായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോവാം. കോഫി കിട്ടോ? കോഫി കിട്ടും. അങ്ങനെ നമ്മൾ ഫൈനൽ ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ്. കരിക്കാം ടെമ്പിൾ.
ഓരോന്ന് ആദ്യം കാല് വെച്ചിട്ട് അടുത്തിട വയ്ക്കണേ. ചർക്കലുണ്ട്. ഒന്ന് ഒരു ഫീറ്റ് താഴെ ഉറച്ചിട്ട് അടുത്ത ഫീറ്റ് എടുത്ത് വെക്കും. ഇല്ല, ഒരു ഫീറ്റ് പ്ലാൻ ചെയ്തിട്ട് എത്ര നേരം എടുത്തിണ്ടാവും ചെയ്യാറ്? നമുക്ക് ഹോട്ടലിൽ പോവാം, നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് പോവാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടെ ഇന്നലെ ഉണ്ടല്ലോ രാത്രി വീടെത്തിയപ്പം 12 അല്ലേ? ഞാൻ വീടെത്തിയപ്പം 12 എന്നിട്ട് സ്നേഹരെ സ്റ്റേ ചെയ്യുന്നിടത്ത് മോർണിംഗ് കറക്റ്റ് 3 ഒക്കെ ആയപ്പോ എത്തി. പിന്നെ സ്നേഹരെ അമ്മ അച്ഛൻ എല്ലാരെയും പിക്ക് ചെയ്ത് എന്റെ പാരന്റ്സ് എല്ലാരും കൂടെ ഫുൾ ടെമ്പിൾ റൺ ഓട്ടമായിരുന്നു. സൂപ്പർ ആയിരുന്നു. പക്ഷെ സൂപ്പർ ഉറക്കം വരെയാണ്, കണ്ടിട്ട് അടഞ്ഞു വരെയാണ്. അതെ, അറിയില്ല എന്റെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയൂടാ. ഈ ടൈമില് കോഫി കൂടി വർക്ക് ആവില്ല തോന്നുന്നു. ചിലപ്പോ എനിക്ക് കോഫി കുടിച്ചാൽ ചിലപ്പോ ഉറങ്ങാൻ പറ്റും തോന്നുന്നു. അങ്ങനത്തെ ടൈപ്പാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അമ്മാച്ച ഫ്രണ്ടിൽ പോയി, എല്ലാരും പോയെന്ന് തോന്നുന്നു കേട്ടോ. അത് നമ്മളെ ക്രോസ് ചെയ്താണ് പോയത്. കമ്പാണോ? ഇല്ല, അസ്ട്രോളജി നോക്കല്ലേ. അല്ലല്ല, ഹാൻഡ് അതൊക്കെ കൈയൊക്കെ കണ്ടിട്ട് ഫുൾ ആയിട്ട് പറയല്ലേ. പാരന്റ്സ് അവിടെ വെയിറ്റ് ചെയ്യണം. എങ്ങനെയുണ്ട് കേരളം, ട്രിവാൻഡ്രം? ഇഷ്ടപ്പെട്ടോ? കേരള സൂപ്പറാണ്. പക്ഷെ എനിക്ക് ടെമ്പിൾ പോണം എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ അല്ല മസ്കറ്റില്. അതുകൊണ്ട് ഇവിടുത്തെ ഫീല് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ നന്നായിട്ട് കിട്ടി. പ്രാർത്ഥിച്ചു, നന്നായിട്ട് ലിസ്റ്റായിട്ട് പ്രാർത്ഥിച്ചു എല്ലാരും. ഞാനും കരിക്കാം പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് മറ്റേ ഫ്രണ്ട്സിന്റെ കൂടെ സാറ അവരോട് വന്നു. റീസെന്റ് ആയിട്ട് പോയി. ഞാൻ പോയിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈം ആണ് എനിക്ക്. കണ്ടോ പത്മനാഭ സ്വാമിനെ? ഫൈനലി കണ്ടു. ഇഷ്ടപ്പെട്ടോ? അതെ, അതാണ് ബെസ്റ്റ് പാർട്ട്. അതാ ലോട്ടസും സൂപ്പറായിട്ടുണ്ടാവും. അത് ഫസ്റ്റ് അവിടെ പോയത് ഇനിയും നന്നായിട്ടുണ്ടാവുന്നല്ലേ, ഇനിയും രാവിലെ. അതെ, നമ്മള് എത്രയായി അവിടെ? 3:30 ഒക്കെ ആയപ്പോ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെത്തി. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ആ മേളത്തെ ആ ഡോറിന്റെ അടുത്തൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അവിടെ കേറ്റുന്നില്ല. അതിന്റെ സൈഡിൽ ഒരു സ്റ്റെപ്പ് കണ്ടില്ലായിരുന്നു. അപ്പം അവിടെ കൂടെ കേറി ലൈക് അത്രയും ക്ലോസ് ആയിട്ട് നിന്ന് കണ്ട് ഇറങ്ങിയായിരുന്നു. ഇപ്പം ഫ്രണ്ടില് മാത്രമേ അവർ അലോ ചെയ്യുന്നുള്ളൂ. കൊറേ നാളത്തെ ആഗ്രഹമില്ലായിരുന്നു. നെക്സ്റ്റ് ഗുരുവായൂർ പോണം. അടുത്ത് ഞാൻ ഇതുവരെ ഗുരുവായൂർ പോയിട്ടില്ല ലൈഫിൽ. ഇതുവരെ കേരളത്തിൽ ഇരുന്നിട്ട് ഗുരുവായൂർ പോയിട്ടില്ല. ഞാൻ 2 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. പക്ഷെ ഫസ്റ്റ് ടൈം ചോറ് കൂട്ടുപോയത് 1 വയസ്സിലെത്തും അങ്ങനെ. പിന്നെ ഇപ്പോ എന്റെ ഫ്രണ്ടിന്റെ വെഡിങ്ങിന് വീട്ടിലെ എല്ലാവരും പോയി, ഞാൻ മാത്രമേ പോവാത്തുള്ളൂ. നെക്സ്റ്റ് ഇയർ ഒക്കെ പോവാൻ തോന്നുന്നു. ഒരുമിച്ച് ഷെയ്ഡ്സ് ആണ്. താങ്ക് യു. ഇതല്ലേ ഗോൾഡ്? അതെ, പക്ഷെ ഇതിന്റെ ലെൻസ് ഇട്ടിട്ടല്ലേ ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ട് അറിയാൻ തോന്നുന്നു. ഉറക്കമല്ല. അയ്യോ, ഇപ്പൊ ഒരു ബെഡ് കണ്ട ഞാൻ ഫ്ലാറ്റ് ആവും. ഉറങ്ങിയിട്ടില്ല ഹാർഡ്ലി. എത്രയാ? 2 hours ഇന്നലെ ഉറങ്ങി. പക്ഷെ 2 hours സൂപ്പർ ആയിട്ട് ഉറങ്ങി, ഫ്ലാറ്റ് ആയിരുന്നു. ഞാൻ വീട്ടിൽ വന്നു, ജസ്റ്റ് ഫ്രഷായി കിടന്നു, അപ്പൊ തന്നെ അച്ഛൻ വിളിച്ചു. അതെയോ? ഇന്നലെ ഭയങ്കര ടൈറ്റ് ആയി പോയി.
എന്റെ ജോലി പോവില്ലാന്ന് തോന്നുന്നു. സ്ട്രോങ് ഫീലിംഗ് ഉണ്ട് ഞാൻ പോവില്ല. എന്താ ജുവാനോ കുട്ടിയുടെ പേരെന്താ? മാനേജർ അവളുടെ പേര് ഡിയാന. ഡിയാന. പറയോ മെസ്സേജ് എല്ലാം ഇടാൻ പറ്റൂട്ടി? നാളെ നോക്കട്ടെ എന്തായാലും. അയ്യോ എനിക്ക് നാളെ പറ്റി ആലോചിക്കട്ടെ. നാളെ പുള്ളിക്കാരി പാക്ക് ചെയ്ത് വിടണം. ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നെങ്കിൽ പറഞ്ഞു. ഇനി നമുക്ക് മസ്കറ്റിൽ വെച്ച് കാണാം. അതെ പെട്ടെന്ന് വരും. അതെ പെട്ടെന്ന്. ഇനി എണ്ണി തുടങ്ങല്ലേ? അത് തിരിച്ചും തുടങ്ങണം. ഇത്ര മാസം കൗണ്ട് ചെയ്തത് അതിപ്പോ തിരിച്ചും തുടങ്ങണം. പക്ഷെ മഴ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് പക്ഷെ പ്രാവശ്യം മഴ വന്നില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോ മഴ വരണം. ഒമാനിൽ വരുമായിരിക്കുമല്ലോ. തണുപ്പ് ഓൾറെഡി മഴയാണ് ഇപ്പോ. മസ്കറ്റില് മാത്രം മഴയല്ല, ഒമാൻ മഴയാണ്. നല്ല മഴ, തണ്ടർ സ്റ്റോം ഫ്ലഡ് പോലത്തെ മഴ. ബെൽറ്റ് ഇട്ടല്ലോ. ശലം വെള്ളം തരും. അത് ആ പായസം ആണോ? ഇന്നലെ ഞാൻ ഒരു ഇഡ്ഡലി കഴിച്ചു. എല്ലാരും കഴിച്ചു. ഞാൻ മാത്രം ഒരേ ഒരു ഇന്നലെ ഉണ്ടല്ലോ സ്നേഹിക്ക് ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എന്നെ ഇൻവൈറ്റ് ചെയ്തില്ലായിരുന്നു. എന്നെ വീട്ടിലിരുത്താൻ വെച്ചു. അതെ അതുകൊണ്ടാ ഇല്ലെങ്കിൽ ഇരുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ ഒരു ഇഡ്ഡലിയെ കഴിച്ചു. ടെൻഷനായിരുന്നു പുള്ളിക്കാരി. ഇന്ന് നമ്മൾ എക്സാമിന്റെ മുമ്പത്തെ ടെൻഷൻ. പക്ഷെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് റാങ്ക് ആണെന്ന് തോന്നുന്നു. ഒരു ടോപ്പ് 5 വരെ ടോപ്പ് 5 റാങ്കിൽ വരെ. അപ്പൊ 1 2 3 4 ആർക്കാ പണി തീരും. യാരും സ്ഥലമില്ല. ഫുള്ള ടോപ്പ് 5 എന്നാണ്. സ്നേഹയുടെ ചേട്ടനും വൈഫും എണീറ്റില്ല. അല്ലെങ്കിൽ അവര് നമ്മളെ കൂടെ വരേണ്ടായിരുന്നു. പക്ഷെ അവര് ഇന്നലെ ഇതേപോലെ ഭയങ്കര ലേറ്റ് ആയിട്ടാ കടന്ന്. ആണോ? തിരിച്ചു പോവാണ്. പോയി കോക്കനട്ട് വാട്ടർ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കും. പട്ടു, അക്ഷയ്, സ്നേഹ. രണ്ടാലും ഒരേ അതിനെ ഫോൺ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവല്ലേ. ഇപ്പഴാ കണക്ട് ആയത്. അതെ ഇപ്പൊ ചെയ്തത്. നീ ഞാൻ വെച്ചിരുന്നല്ലോ അച്ഛാ സിസേഴ്സ് എടുത്ത് തരോ. എത്ര ദിവസം ഇരുന്നല്ലേ? 4 ദിവസം. ഇത് നോക്കി ഇനിയുണ്ട്. ഇപ്പഴത്തെ നല്ല ലൈഫ് അവിടെ ഉണ്ട് നോക്ക്. ഇതൊക്കെ ലൈറ്റ് ആയിട്ടിട്ടേ ഈ ചെടി മാത്രം. ഇന്ന് പോയല്ലേ തിരിച്ച് വരാം. മസാല ദോശ
എന്തോ എന്റെ കണ്ണിന് വീഴുന്നു. അക്ഷയനോട് അച്ഛനോട് ഫോട്ടോ എടുത്തരാൻ പറയണം. കൊള്ളാം തോന്നുന്നു. എല്ലാവരും ഇറങ്ങിയാണ്. അപ്പൊ നമ്മളിതാ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനി തിരിച്ച് എയർപോർട്ടിൽ എത്തണം അല്ലേ? എത്ര മണിക്കാ ഫ്ലൈറ്റ്? 10:30 ആകുന്നു. 10:30 ഫ്ലൈറ്റ്. പെട്ടെന്ന് കാണാം. പെട്ടെന്ന് തിരിച്ച് കാണാം. ഫോട്ടോ എടുത്തല്ലേ ഈ ഡ്രസ്സില് രാവിലെ. അക്ഷയ എണീച്ചിട്ട് രണ്ട് വേറെ ഫോട്ടോസ് എടുത്തരാൻ പറയാം. അതെ, ഓഫീസിൽ പോകുന്നുണ്ടോ? എനിക്ക് പോവാൻ വയ്യ. എനിക്ക് എപ്പോഴാ മെസ്സേജ് ഇടുന്നത് പുള്ളിക്കാരിക്ക്? ലാൻഡ് ആയിട്ട് മേ ബി ഇല്ലെങ്കിൽ എയർപോർട്ടില് മെസ്സേജ് അയക്കും. എനിക്ക് ഇവിടത്തെ എയർപോർട്ടില് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നെറ്റ് ഇല്ല അല്ലേ? ഉള്ളിൽ പോയിട്ട് എനിക്ക് വിളിക്കാൻ പറ്റുമോ? റീൽസ് അതൊന്നും മാത്രമേ ചെയ്യാൻ പറ്റില്ല. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ തൂക്കുന്നത്, ഓടുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ട്രയൽ അത് എടുത്തുള്ളൂ. അതൊക്കെ പക്ഷെ നമ്മളുടെ സോഫ്റ്റ് ലോഞ്ച് അതെനിക്ക് പോസ്റ്റ് ആയിട്ട് ഇടണുണ്ട്. വേണോ അങ്ങനെ നിൽക്കുന്നത്? അവിടുന്ന് തുടങ്ങാം അല്ലേ? എന്റെ ഇതിലിടാ, എന്റെ പ്രൊഫൈൽ. എന്റെ പ്രൊഫൈലിൽ നാണായിരിക്കും. അപ്പൊ നിങ്ങളുടെ ലോഞ്ച് ആയിരിക്കും. വിഷമിക്കൊന്നും വേണ്ട. അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഞാൻ വരും. പൊട്ട് വെച്ചിട്ടുണ്ടാവാൻ പൊട്ടിട്ടില്ലേ? ഇല്ല. ഇനി അവിടെ ചെന്നിട്ട് റെസ്റ്റ് എടുക്കുക. സൂപ്പർ ആയിട്ട് കിടന്ന് ഉറങ്ങുക. കൊറേ ദിവസത്തെ ഉറക്കം. അതെ, അവിടെ പോയി മെസ്സേജ് അയക്കാൻ 2 hours ജോലി പോണോ? അതിനാ പോവാണ്ടേ ഇരിക്കാം അല്ലേ? എനിക്ക് കിട്ടുന്ന വൈഫൈ അപ്പൊ നമുക്ക് മെസ്സേജ് അയക്കാം. എന്റെ ഓഫീസ് ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ട് വേണമെങ്കിൽ എന്റെ ഹോട്ട്സ്പോട്ട് ആണോ ഇപ്പഴോ? ഇപ്പൊ വേണ്ട. 8 മണി അവിടെ. അടുത്ത ടൈം 6:30 ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി എയർപോർട്ടിൽ വെച്ച് കാണാം. പുള്ളിക്കാരനെ എയർപോർട്ടിൽ വെച്ചിട്ട് തിരിച്ച് നമുക്ക് ഹോട്ടലിൽ പോവാം. എന്നിട്ട് അതെ, അക്ഷയ ഉണ്ട്, സ്നേഹര ബ്രദർ ഉണ്ട്, രണ്ടാളും നമ്മള് അക്ഷയനെയും നൈറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വീട്ടിൽ പോവാം. എനിക്കൊന്ന് അമ്മ അച്ഛൻ ഇപ്പം സ്നേഹം ഫാമിലിയും ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകും തോന്നുന്നു. ഡയറക്റ്റ് ആയിട്ട് പോവല്ലേ? അതെ അതെ, ഡയറക്റ്റ് ആയിട്ട്. അത് അച്ഛനെയും പോയി ചെയ്തോണ്ടിരിക്കല്ലേ? അച്ചൂസ് പേപ്പർ ആൻഡ് സ്റ്റേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ടാണ്. എനിക്ക് സ്ട്രൈക്ക് ആയിട്ടില്ല കേട്ടോ. ഫോണിൽ നിന്നിട്ട് മേ ബി എയർപോർട്ടിൽ പോയി നിന്നിട്ട് പുറത്ത് പിന്നെ ഇരിക്കി വെയിറ്റ് ചെയ്യല്ലേ? പോന്നാ നിങ്ങൾക്ക് തരണോ? എന്റെ ഫോട്ടോ വാലറ്റ് എവിടെ? എവിടെയാ വാലറ്റ്? അതെയോ? ഇത് ഇവിടെ വെക്കാന്നോ? എന്റെ പാസ്പോർട്ട് ഫോട്ടോ എടുത്തിട്ട് എന്റെ മെമ്മറി കാണിച്ച വ്ലോഗ് കാണിച്ചു. ഇതെവിടെയാ? ബാക്കില് കൈ ബാക്ക് വെച്ച് പ്രൊഡക്റ്റ് വരില്ല. സാരില്ല, നിങ്ങളത് തമിഴിൽ അതന്നെ ഫോട്ടോ ഉണ്ട്. ഇനി ഒരു പോളറോയിഡ് ഉണ്ട്, പക്ഷെ അത് അത്ര നല്ല ഫോട്ടോ ഉണ്ട്. അത് അവിടെ വെച്ചാൽ എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമേ ഇപ്പത്തേക്ക് വെച്ചോളൂ. നമ്മൾ രണ്ടാളും ചേർന്ന് പോളറോയിഡ് എടുത്തോളാം. ഇതെവിടെ വെക്കാണ്? ഇതിന്റെ ഉള്ളിൽ വെക്കട്ടെ? ഓർമ്മ ഉണ്ടാവല്ലേ? ടാക്ക് വേണം. അവിടെ ക്യാമറ ഓഫ് ചെയ്യണോ? ടിക് ടാക്ക്
പോയിട്ട് വരട്ടെ. പോയിട്ട് പെട്ടെന്ന് വരും. വേറെന്തൊക്കെയാ പാടും? അയ്യോ ഞാൻ പഴയ കോമഡി ആയിരിക്കും. ബൈ ബൈ. അടുത്ത കാണാം. ബൈ. ഓക്കെ ബൈ ബൈ. താങ്ക് യു വെരി മച്ച്. ഓക്കെ കാണാം. അഭിമാനി ടേക്ക് കെയർ. ഓക്കെ ഉടനെ ഉടനെ ഇല്ല 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 ഉടനെ ഉടനെ മീറ്റ് ആക്കി. ഓക്കെ ഉടനെ ഉടനെ. അതങ്ങനെ അക്ഷയ് തിരിച്ചു പോവാണ്. അതെ എത്ര മണിക്ക് ഇവിടെ എത്തും? 1 hour അല്ലേ? ഓക്കെ ടാറ്റാ കാണാം. ഇപ്പൊ അക്ഷയനെ എയർപോർട്ടിൽ വിട്ടു. ഇനി വീട്ടിൽ പോവാ, ഒന്ന് സൂപ്പറായിട്ട് കിടന്നുറങ്ങുക. സൂപ്പർ ഡെഡാണ്. ഉറങ്ങിയെന്ന് വെച്ചാൽ അത്ര ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു ഇന്നത്തെ ദിവസം. അതെ, ഒന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങാം. ഇന്ന് രാവിലെ സ്നേഹമോളും പാരന്റ്സും തിരിച്ച് ഒമാനിലേക്ക് പോയി. അതെ, കുറച്ച് വിഷമമുണ്ടെന്ന് വെച്ചാൽ കുറച്ചുണ്ട്. എല്ലാവരും ഇത്ര ദിവസം ഒരുമിച്ച് നിന്നിട്ട് പോകുമ്പം. അതെ, ഇനി ഓക്കെ, ഞാൻ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വ്ളോഗിൽ ഉടനെ കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ടാറ്റ, ഗുഡ് നൈറ്റ്. ഇനി എന്താ പറയുക, അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റ.